2025 മാർച്ച് 27 തറക്കല്ലിട്ട ടൗൺഷിപ്പ് പദ്ധതിക്ക് നവംബറിലേക്ക് പൂർത്തിയാക്കുക എന്നതായിരുന്നു ആദ്യ വാഗ്ദാനം. ആ തീയതി സർക്കാർ പലതവണ വീണ്ടും മാറ്റി. ഇപ്പോഴും ദുരന്തബാധിതർക്ക് വീടുകളിൽ കയറി താമസിക്കാൻ സാധിച്ചിട്ടേയില്ല. വീടുകൾ ഇന്ന് കൈമാറും, നാളെ കൈമാറുമെന്ന് ആവർത്തിക്കുന്ന സർക്കാർ എത്ര തവണ വാക്കു മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാളെ നാളെ നീളെ നീളെ എന്നതാണോ നിലവിലെ സാഹചര്യം എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ 2024 ജൂലൈ 30-നാണ് വയനാടിനെയും ഒപ്പം തന്നെ കേരളത്തെയാകെയും കണ്ണീരിലാഴ്ത്തിയ ദുരന്തമുണ്ടാകുന്നത് 2024 ജൂലൈ 30-നാണ്. ഇനി ഇതിൽ നമുക്കറിയാവുന്നതുപോലെ ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നത്, അതായത് ഈ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഭൂമി ഏറ്റെടുക്കുന്നത് 2025 ഏപ്രിൽ 11-നാണ് എന്നതാണ്. ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. 2025 മാർച്ച് 27-നാണ് ഈ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ നടക്കുന്നത്. അപ്പോൾ ഈ 3 തീയതികളും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ സർക്കാരിന്റെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ഈ വീടുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട 2025 നവംബറിനകം 178 വീടുകൾ കൈമാറുമെന്നതായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. രണ്ടാമത്തെ പ്രഖ്യാപനം എന്തായിരുന്നു എന്ന് നോക്കൂ. 2026 ഏപ്രിൽ 30-നകം വീടും തൊഴിലും നൽകുമെന്നതായിരുന്നു. മന്ത്രി കെ രാജൻ തന്നെ ഒരു മൂന്നാമത്തെ പ്രഖ്യാപനമായി നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ വീടുകൾ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുങ്ങിയതോടെ ആദ്യഘട്ട ഇതിൽ വീടുകളുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കും എന്നതായിരുന്നു. അപ്പോൾ ആ പ്രഖ്യാപനങ്ങളും നമ്മൾ കാണുകയാണ്. ഇത് ഓരോ ഘട്ടങ്ങളായി നടന്നിട്ടുള്ള ഓരോരോ പ്രഖ്യാപനങ്ങളായിരുന്നു. ഇനി വീണ്ടും തീയതി മാറ്റി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദ്ഘാടനം മാർച്ച് 1-ലേക്ക് മാറ്റി. ഗുണഭോക്താക്കളുടെ നറുക്കെടുപ്പ് നടന്നത് നമ്മൾ കണ്ടു. വൈകാരികമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പല അമ്മമാരും കരഞ്ഞുകൊണ്ട് ആ നറുക്കെടുപ്പിനെത്തിയതും നറുക്കെടുത്തപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. 2026 ഫെബ്രുവരി 20, 22 തീയതികൾ 20, 21, 22 തീയതികളാണ് അന്ന് നടന്നത്. ഒന്നാം ഘട്ട ഉദ്ഘാടനം നടത്തിയത് നമുക്കറിയാം കെങ്കേമമായി 2026 മാർച്ച് 1-ന് അങ്ങനെ മാറ്റിവെച്ച ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്തു. അതിലാണ് മഴയ്ക്ക് മുൻപ് ഈ വീടുകൾ കൈമാറും എന്ന് പറഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും വീടുകൾ ദുരന്തബാധിതർക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ലഭ്യമാകുന്നതിന് വീണ്ടും നാളെ നാളെ എന്നതാണ്. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഏപ്രിൽ 5-ാം തീയതിയോടെ പരമാവധി വീടുകൾ നൽകാം എന്നതാണ്. പരമാവധി വീടുകളുടെ പണി പൂർത്തിയാക്കും, അതായത് പൂർണ്ണതോതിൽ വീടുകൾ സജ്ജമാക്കുമെന്നാണ് പറഞ്ഞത്. 34 വീടുകൾ സജ്ജമാണ് എന്നാണ് അന്ന് പറഞ്ഞത്. നോക്കൂ, ഇതിന് ശേഷം വീണ്ടും മാറ്റി പറയുകയുണ്ടായി. അതെന്താണെന്ന് നോക്കിയാൽ ഏപ്രിൽ 5 എന്നത് വിഷുവിന് മുമ്പ് എന്നാക്കി. 178 വീടുകളും വിഷുവിന് മുമ്പ്, അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ 15-ന് കൈമാറും എന്ന നിലയ്ക്കാണ് വീണ്ടും മാറ്റി പറഞ്ഞത്. ഇനി ഊരാളുങ്കൽ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഊരാളുങ്കൽ കലക്ടറോട് യോഗത്തിൽ പറഞ്ഞത് മെയ് 20-ന് മുൻപ് 178 വീടുകൾ എന്നത്, അതായത് സമയം നീട്ടി ചോദിക്കുകയാണ് ഊരാളുങ്കൽ ചെയ്തത്. അവർ യോഗത്തിന് ശേഷം അല്ലെങ്കിൽ കലക്ടറുമായി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത ശേഷം ഇതിന്റെ ഒരു സമയക്രമമൊക്കെ വിലയിരുത്തിയ ശേഷം പറഞ്ഞതാണ് മെയ് 20 എന്നൊരു തീയതി, അല്ലെങ്കിൽ ഏതാണ്ട് മെയ് അവസാനത്തോടു കൂടി എന്നത്. ഇന്ന് മന്ത്രി പറഞ്ഞത് എന്താണ്? ഒക്ടോബറോടുകൂടി മുഴുവൻ വീടുകളും കൈമാറുമെന്നതാണ് ഇന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞത്. അതായത് 410 വീടുകളാണ് ഈ ടൗൺഷിപ്പിൽ പൂർണ്ണാർത്ഥത്തിൽ പ്ലാൻ ചെയ്തത്. ആ 410 വീടുകളും ഒക്ടോബറിൽ തന്നെ കൈമാറും എന്നതാണ് ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത്. അതായത് മഴയ്ക്ക് മുൻപ് 178 വീടുകൾ കൈമാറുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അത് നടക്കുമോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പലതരത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഇനി മറ്റൊരു വിവാദം, അവിടെ 2 വീടുകളിൽ വിള്ളൽ ഉണ്ട് എന്നതാണ്. മേൽക്കൂരയിൽ വെള്ളം കിരിഞ്ഞു വന്നതിന്റെ പാടുണ്ട് എന്നല്ലാതെ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിവാദങ്ങൾക്കിടെ ടൗൺഷിപ്പ് സന്ദർശിച്ചുകൊണ്ട് നമ്മൾ കണ്ടു ഇന്ന് ആ ദൃശ്യങ്ങൾ. ആ മന്ത്രി അത് ഉരച്ചു പരിശോധിക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം മന്ത്രിയുടെ പ്രതികരണം അങ്ങനെയാണ് വരുന്നത്. എന്നാൽ എല്ലാവരുടെയും ആശങ്ക പരിഹരിക്കുമെന്നതാണ് നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കലിന്റെ വിശദീകരണം. ഒരു ക്രാക്ക് ഉണ്ടായി എന്നത് ഊരാളുങ്കലിന്റെ തലപ്പത്തുള്ള അധികൃതർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്.